മലയാളിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മലയാളികൾക്ക് ബ്രസീൽ ആരാധകർക്ക് ഒരുപോലെ ആവേശം നിറഞ്ഞ മത്സരമാണ്, ആഘോഷമാണ്. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഖത്തർ ടീം കളത്തിലിറങ്ങുമ്പോൾ ആവേശമാകെ കേരളത്തിലെ 3.5 കോടി മനുഷ്യർക്കാണ്. പതിറ്റാണ്ടുകളായുള്ള മലയാളികളുടെ സ്വപ്നം പേറി തഹസിൻ മുഹമ്മദ് ജംഷീദ് ഖത്തർ ടീമിനൊപ്പം ഉണ്ട്. തഹസിന്റെ ജന്മനാടായ കണ്ണൂരിലെ വളപട്ടണത്ത് വലിയ ആവേശത്തോടെ ബിഗ് സ്ക്രീൻ ഒരുക്കിയാണ് ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ മത്സരം കാണാൻ കാത്തിരിക്കുന്നത്. നിഖിൽ അളവൂർ ചേരുകയാണ് നാട്ടുകാർക്കും. ലോകകപ്പ് ഫുട്ബോളിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാകുന്ന ഒരു ചരിത്ര നിമിഷത്തിനുള്ള കാത്തിരിപ്പിലാണ് ഒരു മലയാളി. ആ മലയാളി ലോക ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ വേദിയിൽ ഇന്ന് ബൂട്ടണിയുമോ എന്നൊരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാം ഉള്ളത്. എന്തായാലും തഹസീൻ മുഹമ്മദ് എന്ന് പറയുന്ന കണ്ണൂർക്കാരൻ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തറിൻ്റെ ടീമിൽ ഇടം നേടിയത് മുതലുള്ള ആവേശത്തിലാണ്. വളപട്ടണം എന്ന് പറയുന്ന നാട്, ആ നാട്ടിൽ വലിയ സജ്ജീകരണങ്ങളാണ് ഈ ലോകകപ്പ് കാണുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഖത്തറിൻ്റെ ആദ്യ മത്സരം 12:30 നടക്കുമ്പോൾ ബിഗ് സ്ക്രീനിൽ അത് കാണാൻ ഈ നാടാകെ ഒരുമിച്ച് ചേരും. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്താണ് വലിയ അഭിമാനം ഉള്ള സമയം തന്നെയാണ്. നല്ലൊരു അഭിമാന മുഹൂർത്തമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളി, പ്രത്യേകിച്ച് ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഇന്ത്യ പോലും വേൾഡ് കപ്പ് എത്താത്ത സ്ഥിതിക്ക് ഒരു മലയാളി വേൾഡ് കപ്പ് കളിക്കാൻ തുടങ്ങുന്നത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. വളവട്ടം അതിൻ്റെ പേര് വളരെ എന്താ പറയുക, അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് എല്ലാ ആൾക്കാരും ഇതിനെ വരവേൽക്കുന്നത്. ശരിക്കും ഇഷ്ടമുള്ള ടീം ഏതാ? ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ നാട്ടുകാരനെ പിന്തുണക്കാൻ തീരുമാനിച്ചു. അതെ തീർച്ചയായിട്ടും. നമ്മുടെ ഒരു കുട്ടി ഇന്ത്യൻ്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊരു കുട്ടി വേൾഡ് കപ്പിൽ കളിക്കാന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ കളിക്കേണ്ടിയിരുന്നു. ബെയ്ജിങ് ബൂട്ടിയ, ഉലകനാഥൻ, ഹബീബ്, അക്ബർ. പക്ഷെ അവർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയിൽ ഡയറക്റ്റ് അല്ല എങ്കിലും ഈ തഹസിൻ ഡയറക്റ്റ് അല്ല, അതായത് ഇന്ത്യയിൽ നിന്ന് ത്രൂ അല്ല പോകുന്നത്, ഇൻഡയറക്റ്റാണ്. എങ്കിലും നമുക്ക് അഭിമാനിക്കാനുണ്ട്, ഒരുപാട് അഭിമാനിക്കാനുണ്ട്. കാരണം അവൻ്റെ കളിയും കാര്യവും ആ പ്രായവും ഇതൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് അഭിമാനത്തിൻ്റെ അപ്പുറത്താണുള്ളത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നമ്മൾ ഇപ്പം ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ആ കുട്ടിനെ ഒന്ന് ഇറങ്ങിയിട്ട് ഒരു ഗോളെങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകം തന്നെ ഒന്ന് അവനെ വിലയിരുത്തും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ ഹാളൊക്കെ ഇളകി മറിയും. അക്കാര്യം ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഏതായാലും ആ ആവേശം ഇവിടെ ഉണ്ട്. നമുക്ക് മറ്റുള്ളവരോട് കൂടി ചോദിക്കാം. മോനെയൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഫുട്ബോൾ ആരാധകനാണോ? പിന്നെ തീർച്ചയായിട്ടും. ഇഷ്ട ടീം ഏതാ? ബ്രസീലാണ്. ഇപ്പം ഖത്തർ. നമ്മൾ ഇത്തവണ ഖത്തറിന് വേണ്ടിയാണ്, കട്ടക്കൊക്കെയാണ് തൂക്കിയിരിക്കും. തഹസീൽ നമ്മളെ നാട്ടിലുള്ള ഒരാൾ കളിക്കാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നാട്ടിലെല്ലാവരും അവന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കളി കാണാൻ വന്നാണോ? ഏതാ ഇഷ്ട ടീം ഏതാ ഫുട്ബോളിലെ? ബ്രസീലാണ്. ഈ തഹസിനെ അറിയോ? തഹസിന്റെ കളി കാണാൻ വേണ്ടി വന്നാണോ ഇന്ന്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രായഭേദമന്യേ ആളുകളെ ഒരുമിപ്പിക്കുന്ന ഒരു വികാരം കൂടിയാണ് ഫുട്ബോള്. അതിനപ്പുറത്തേക്ക് സ്വന്തം നാട്ടുകാരനായ ഒരാൾ ഈ വിശ്വ ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ വേദിയിൽ ബൂട്ട് കെട്ടും എന്നൊരു പ്രതീക്ഷ, ഒരുപക്ഷെ ഇതിനപ്പുറം അഭിമാനിക്കാൻ ഒന്ന് ഇതുപോലൊരു വളപട്ടണം പോലെ ഫുട്ബോളിനെ നെഞ്ചേറ്റിയ ഒരു നാടിനുണ്ടാവില്ല. അതിൻ്റെ എല്ലാ ആവേശവും ഈ നാട്ടിൽ കാണാനുമുണ്ട്. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവു, ന്യൂസ് മലയാളം. ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരു മലയാളി അത് ലോകവേദിയിൽ എത്തുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാനുള്ളത്. അതുകൊണ്ടാണ് പല ടീമുകളുടെ ആരാധകരാണ്, സത്യത്തിൽ ബ്രസീൽ ആരാധകരൊക്കെയാണ് പറയുന്നത് ഇത്തവണ ഖത്തറിൻ്റെ കൂടിയാണ് എന്നൊക്കെ. നമുക്ക് ബ്രസീലിൻ്റെ ആവേശത്തിൽ കൂടി പോകേണ്ടതുണ്ട്. അതെ, ഇനി ബ്രസീലിയൻ ആവേശത്തിലേക്ക് വന്നാൽ ബ്രസീലിൽ ആദ്യ മത്സരത്തിൽ ഇറങ്ങുന്നു നമ്മുടെ നെയ്മർ ഇല്ലാതെ. കരുത്തരായ മൊറോക്കയാണ് ആദ്യ മത്സരത്തിൽ ബ്രസീലിന്റെ എതിരാളികൾ. പുലർച്ചെ 3:30 സൂപ്പർ പോരാട്ടം. തീർച്ചയായും മൊറോക്കോയെ അത്ര എഴുതി തള്ളേണ്ട ടീമല്ല, വലിയ വെല്ലുവിളിയാണ് ബ്രസീലിന് മുന്നിലുള്ളത്. കായികക്ഷമത വീണ്ടെടുക്കാൻ നെയ്മാറിന് ഇനിയും സമയം വേണമെന്നാണ് പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. 2023 ശേഷം നെയ്മാർ ബ്രസീലിനായി കളിച്ചിട്ടില്ല. താരം അടുത്ത ആഴ്ച മുതൽ പരിശീലനം പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയാണ് കാർലോ ആഞ്ചലോട്ടി പങ്കുവച്ചത്. നമ്മൾ അടുത്ത റിപ്പോർട്ടുകൾ കൂടി, അത് ബ്രസീലുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി കാണാം. 2.5 പതിറ്റാണ്ടിന് ശേഷം ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ട് ബ്രസീൽ ഇത്തവണ ഇറങ്ങുന്നത് കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ഒരു പിടി മികച്ച താരങ്ങൾ ടീമിലുണ്ട്. ശക്തരായ എതിരാളികളെ ലഭിച്ചതിനാൽ ഗ്രൂപ്പ് ഘട്ടം മുതൽ ബ്രസീലിന് വെല്ലുവിളികളാണ്. Richarlison juggling away. Nicely done. He might get it back. He does! Oh! ലോക ഫുട്ബോളിന്റെ സൗന്ദര്യമാണ് ബ്രസീൽ. ബ്രസീലില്ലാത്ത ലോകകപ്പ് ആരാധകർക്ക് ചിന്തിക്കാൻ പോലുമാകില്ല. സാമ്പാ നൃത്തത്തെക്കാൾ ഭംഗിയുള്ള ബ്രസീലിയൻ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരുമേറെയുണ്ട്.
പെലെ, റൊണാൾഡോ, റൊണാൾഡിഞ്ഞോ, നെയ്മാർ ലോക ഫുട്ബോളിന് ബ്രസീൽ സമ്മാനിച്ച ണ്ട്. മൊറോക്കോയ്ക്ക് പുറമെ ഹെയ്ത്തി, സ്കോട്ട്ലാൻഡ് എന്നിവരാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിന്റെ എതിരാളികൾ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കളി ആരവത്തെ ആവേശപൂർവ്വം വരവേൽക്കുമ്പോൾ പാലക്കാട് ഒറ്റപ്പാലം ലക്കിടിയിലെ ഒരു കൂട്ടം ഫുട്ബോൾ ആരാധകർ കളി കാണാനായി ഒരു മിനി തിയേറ്റർ തന്നെ ഒരുക്കിയിരിക്കുകയാണ്. ഒരേ സമയം 70-ലധികം പേർക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. ലോകകപ്പിന് ഒരു മാസം മുമ്പ് തന്നെ ലക്കിടി കുരുടൻകുളം ഗ്രാമത്തിലെ ഈ സംഘത്തിന്റെ ആവേശം ആരംഭിച്ചതാണ്. കുട്ടികളും യുവാക്കളും മുതിർന്നവരുമെല്ലാം സംഘത്തിൽ ഉൾപ്പെടും. 2002 മുതൽ എല്ലാ ലോകകപ്പ് കാലത്തും ഈ നാട് ഒന്നാകെ ഒത്തുകൂടും. ഫൈനൽ മത്സരം കഴിയുന്നതുവരെ ഒരുമിച്ചിരുന്ന കളി കാണാൻ പ്രത്യേക സൗകര്യമൊരുക്കും. ഇത്തവണ അതൊന്ന് വിപുലീകരിച്ചു. 70-ലധികം പേർക്ക് ഒരുമിച്ചിരുന്ന് കളി കാണാനുള്ള സൗകര്യമാണ് ഇത്തവണ ഒരുക്കിയത്. കവുങ്ങും ഉപയോഗം കഴിഞ്ഞ വലിയ ഫ്ലെക്സുകളും ടാർപ്പയും എല്ലാം ഉപയോഗിച്ച് വലിയ ഒരു കൂടാരമൊരുക്കി. അതിനുള്ളിൽ വലിയ സ്ക്രീനും പ്രൊജക്ടറും സൗണ്ട് സിസ്റ്റവും ഫാനും ലൈറ്റും എല്ലാം സജ്ജീകരിച്ചു. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്നിരുന്ന് കളി കാണാം. ഞങ്ങൾ 22 വർഷത്തോളമായി 2002 തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള ഒരു മിനി തിയേറ്റർ രൂപീകരിച്ച് അതിൻ്റെ പ്രൊജക്ടറും സ്ക്രീനും എല്ലാം വെച്ച് 70-ഓളം ആളുകൾ ഒരേ സമയം വേൾഡ് കപ്പ് കാണാൻ രാത്രിയും പകലും ഏത് നേരത്താണോ കളി ആ നേരത്തെല്ലാം ഇവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് കളി കാണാനുള്ള അവസരം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാർ എല്ലാവരും കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അർജന്റീന ഫാൻസ്, ബ്രസീൽ ഫാൻസ്, പോർച്ചുഗൽ ഫാൻസ്, ഇംഗ്ലണ്ട് ഫാൻസ് എല്ലാ ഫാൻസും ഇവിടെ നിലവിലുണ്ട്. ആർക്ക് വേണമെങ്കിലും ഏത് രാത്രിയിൽ വന്ന് കളി കാണാനുള്ള അവസരം ഇവിടെ ഉണ്ടാവും. എല്ലാവർക്കും നല്ല വേൾഡ് കപ്പ് ആശംസകൾ നേരുന്നു. പൊതു ഇടങ്ങളിലെ ബിഗ് സ്ക്രീനുകളിലും വായനശാലകളിലും ക്ലബ്ബുകളിലുമെല്ലാം കളി പ്രദർശിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ കൂട്ടായ്മയുടെ ഫുട്ബോൾ ആവേശം ഈ മിനി തിയേറ്ററിനുള്ളിലാണ്. ന്യൂസ് മലയാളം, പാലക്കാട്. അന്താരാഷ്ട്ര സ്കൂൾ എന്ന പേര് ആദ്യം കേട്ടു തുടങ്ങിയ സ്കൂളാണ് നടക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിന് ഒട്ടും കുറവില്ല. ഇഷ്ടരാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞും താരങ്ങളുടെ ഫ്ലെക്സ് ഉയർത്തിയും മുഖത്ത് ചായം പൂശിയും ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ കാൽപന്ത് കളിയുടെ ലോകമാമാങ്കത്തിന്റെ 23-ാം പതിപ്പിനെ വരവേറ്റത്. ലോകകപ്പ് ആവേശം പങ്കുവയ്ക്കുന്നതിനൊപ്പം കുട്ടികളിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വളർത്താനും കൂട്ടായ്മകളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും ഇത്തരം സന്ദർഭങ്ങൾ ഗുണകരമാകുമെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രേമചന്ദ്രൻ പറഞ്ഞു. UHSS നടക്കാവിലെ മിടുക്കികളായ നമ്മുടെ പെൺകുട്ടികൾ, വിദ്യാർത്ഥിനികൾ ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശത്തിൽ ലോകത്തോടൊപ്പം ഉയരുകയാണ്, അതിൽ പങ്കാളികളാവുകയാണ്. വളരെ ആവേശപൂർവ്വം അവർ ഒരു ഘോഷയാത്ര നടത്തി
ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളിലെ ഫുട്ബോൾ ടീമിൽ അംഗങ്ങൾ കൂടി ചേർന്ന് ഒരു സൗഹൃദ പ്രദർശന മത്സരം നടക്കുന്നുണ്ട്. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ എന്നിങ്ങനെ ഇഷ്ട ടീമുകൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ. ബ്രസീലിൽ ആര് ഏറ്റവും ഇഷ്ടമാരാ? നെയ്മറിന് പരിക്കാ, കളിക്കില്ല എന്നൊക്കെ പറയണ്ടല്ലോ. ഏതാ ടീം? ആരാ ജയിക്കാ? ഫാൻസ് റാലിയും ഫ്ലാഷ് മോബും അർജന്റീന ബ്രസീൽ സൗഹൃദ മത്സരവും വിദ്യാർത്ഥികളെ ആവേശത്തിലാഴ്ത്തി. ന്യൂസ് മലയാളം, കോഴിക്കോട്. ഈ ലോകകപ്പ് ഒരു പരിസ്ഥിതി പ്രവർത്തനം കൂടിയാണ് എന്ന് കാണിക്കുകയാണ് ഒരു ഫാദർ. തൃശൂർ ഇരിങ്ങാലക്കുടയിലെ വൈദികനായ ഫാദർ ജോയ് പീനക്കപ്പറമ്പിൽ വേറിട്ട രീതിയിലാണ് ലോകകപ്പ് ആവേശം പങ്കിടുന്നത്. ലോകകപ്പിൽ ഓരോ ഗോളുകൾ വീഴുമ്പോഴും അതിനൊപ്പം ഒരു പ്ലാവിൻ തൈ കൂടി നടാനാണ് ഫാദർ ജോയുടെ തീരുമാനം. ഇരിങ്ങാലക്കുടയുടെ പ്ലാവച്ചൻ എന്നുകൂടി പേരുള്ള ഫാദർ അറിയപ്പെടുന്നത് പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. അമേരിക്കയിലാണ് ലോകകപ്പ്. പക്ഷേ ലോകമെങ്ങും ആവേശം ഒരുപോലാണ്. കളിക്കളത്തിൽ വീഴുന്ന ഗോളുകൾ നമ്മുടെ ആവേശം ഇരട്ടിയാക്കും. ആ ഗോളാരവങ്ങൾ തന്നെയാണ് ഫാദർ ജോയ് പീനിക്കപ്പറമ്പിലിനെയും ആവേശം കൊള്ളിക്കുന്നത്. ഓരോ ഗോളിനും ഓരോ പ്ലാവിൻ തൈകൾ. പ്ലാവച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫാദർ ജോയ് മണ്ണിൽ മരങ്ങൾ നട്ടുകൊണ്ടാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഓരോ നിമിഷവും ആസ്വദിക്കുക. ഇതിനായി ഡെനൻ റെഡ് ജാക്ക് ഫ്രൂട്ട് എന്ന ഇനം ചുവന്ന ചുളയുള്ള ചക്കയുണ്ടാകുന്ന പ്ലാവിന്റെയും കൊളമ്പുമാവിന്റെയും തൈകൾ 1000 എണ്ണം വീതം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഫാദർ. ലോകം ഒരു പന്തിനോളം ചെറുതാകുന്ന സുന്ദരം, അതിന്റെ പിന്നാലെ ഓടി നടക്കുന്ന 410 ഗ്രാം മുതൽ 450 ഗ്രാം തൂക്കമുള്ള ഒരു ബോളിന്റെ പുറകെ ഈ ലോകം മുഴുവൻ പാഞ്ഞു നടക്കുമ്പോൾ നമ്മളിവിടെ പച്ചപ്പിന്റെ കഥകൾ പറയാ. അവിടെ എത്ര ഗോളടിച്ചാലും അവരുടെ പേരുകളിൽ നമ്മുടെ നാട്ടിൽ പ്ലാവും മാവുമായി വളരട്ടെ, ചക്ക തിന്നാനും മാങ്ങ തിന്നാനുമുള്ള അവസരമാണ് ഇതിൽ കൂടെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ക്രൈസ്റ്റ് ആശ്രമ ദേവാലയ പരിസരത്ത് ലോകകപ്പ് കളിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ പതാകകൾ സഹിതമാണ് വൃക്ഷത്തൈകൾ നടാനായി ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗോൾ ഒരു മരം എന്ന പേരിൽ 2010 ലോകകപ്പ് മുതൽ ഫാദർ ജോയ് ഈ ആശയം നടപ്പിലാക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ആ ലോകകപ്പിൽ 146 ഗോളുകൾ പിറന്നപ്പോൾ ഒരു ഗോളിന് 10 മരം എന്ന നിലയിൽ 1500ഓളം മരങ്ങളാണ് നട്ടത്. 2014 ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ 480ഓളം നാട്ടുമാവിൻ തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. 2018 1600ഓളം മാവുകളും 2022 250ഓളം വിയറ്റ്നാം പ്ലാവിൻ തൈകളും ഫാദർ ജോയ് വിതരണം ചെയ്തു. കൃത്യമായ കണക്കുകൾ എടുക്കാനായിട്ടില്ലെങ്കിലും ഇതിനോടകം ഏറ്റവും കുറഞ്ഞത് 28,000 മരങ്ങൾ താൻ വച്ചുപിടിപ്പിച്ചിട്ടുണ്ടെന്ന് ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ. 280 അടി നീളത്തിൽ കൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ച് ഇതിനു മുകളിൽ വെക്കട ഒന്ന് എന്ന് വെല്ലുവിളിക്കുകയാണ് കണ്ണൂർ കക്കാട്ടെ അർജന്റീന ആരാധകർ. 281 അടി നീളത്തിൽ സ്ഥാപിച്ച ബോർഡിൽ അർജന്റീനയുടെ ലോകകപ്പ് നേട്ടത്തിന്റെ ചരിത്രവും കാണാം. ഇത്തവണ ഖത്തറിനായി കളിക്കുന്ന കണ്ണൂർ സ്വദേശി തഹസീനെയും ഫ്ലക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചെറിയ ചെറിയ ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടുകളും ഒക്കെ വെക്കുന്നവർ എമ്പാടും കാണും. പക്ഷേ ഇങ്ങനെ പടുകൂറ്റനൊരു ബോർഡ് വെക്കണമെങ്കിൽ അതിന് കക്കാട് അർജന്റീന ഫാൻസ് തന്നെ വേണം. കാണാം കണ്ണൂർ കക്കാട് ഒരുക്കിയ കൂറ്റൻ അർജന്റീന ഫ്ലെക്സിന്റെ വിശേഷങ്ങൾ. നമുക്ക് സ്വന്തമായൊരു ലോകകപ്പ് ഫുട്ബോളിന്റെ ടീമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ നാട്ടുകാരനായ ഒരു താരമുണ്ടോ എന്ന് ചോദിച്ചാലും ഇല്ല. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങളെക്കാളും കൂടുതൽ ആവേശം ഈ ലോകകപ്പ് ഫുട്ബോൾ കാലത്ത് കാണാനാവുക നമ്മുടെ രാജ്യത്താണ്, നമ്മുടെ നാട്ടിലാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ അർജന്റീനയുടെ പടുകൂറ്റൻ ബോർഡ് ഉയർന്നത്. 280 അടിയിലേറെ നീളമുണ്ട് അതിന്. അതൊരുക്കിയ കണ്ണൂർ കക്കാട്ടെ അർജന്റീന ഫാൻസാണ് നമുക്കൊപ്പം ഉള്ളത്. ഒരു വലിയ അത്ഭുതം സൃഷ്ടിച്ചു വെച്ചവരാണ്. അതുകൊണ്ട് നിങ്ങളെ ആദ്യം ഒന്ന് പരിചയപ്പെടണം. ഒന്ന് പെട്ടെന്ന് പേര് പറഞ്ഞു പോയിക്കോ. റാഷിദ്, ഇല്യാസ്, നസീം, യസീഖ്, അസീബ്, റഫ്നീർ,
ഇതിപ്പോൾ ആദ്യമല്ല നിങ്ങളെന്നറിയാം, എങ്കിലും എന്താണ് ഇത്തവണ ഇങ്ങനെ ഈ ഒരു വലിയ ഒരു മത്സര ബുദ്ധിയോട് കൂടി ഒരു ബോർഡ് വെക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? എന്ന് പറഞ്ഞാൽ മത്സര ബുദ്ധി ഇവരെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു ബോർഡ് വെച്ചത് അറിയാമല്ലോ. ഇവർ പൊതുവേ ഫുട്ബോളിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള നാട്ടുകാരുമാണ് മൊത്തം. നമ്മളിവിടെ കോച്ചിങ് ക്യാമ്പെല്ലാം നടത്തിയാലോ അതിന് ഭയങ്കര സപ്പോർട്ടും അല്ലോ. ഞാനൊരു ഇറ്റലി സപ്പോർട്ടുകാരനാണ്. ഇറ്റലി ഇല്ല, പക്ഷേ 4 വേൾഡ് കപ്പ് ഇവരോട് നമ്മൾ പറയും ഇറ്റലി ഉറങ്ങിക്കിടക്കുന്നത്. 4 വേൾഡ് കപ്പ് നിങ്ങൾ അർജന്റീനക്കാർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉണർത്തിക്കും, നമ്മൾ അന്നേരം വേൾഡ് കപ്പ് കളിക്കും. പക്ഷെ ഇവർ ഭയങ്കര ആവേശമാണ്. ഇവിടെ അതേപോലെ തന്നെ ബ്രസീലിൻ്റെയും ചെറിയൊരു ബോർഡുണ്ട്. പക്ഷേ ഇവരെ വെല്ലുന്ന ബോർഡ് വെക്കാൻ ബ്രസീലുകാർക്കും മറ്റേ പോർച്ചുഗലിനും ഒരു ടീമിനും കഴിയുന്നില്ല. അല്ല, ഇതൊക്കെ കണ്ടിപ്പോൾ ഇനി ബ്രസീലിൻ്റെയോ അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെയോ ഒക്കെ ഒരു ആരാധകർ അങ്ങനെ വരികയാണെങ്കിൽ എന്താ ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഒരിക്കലും വരില്ല. കേരളത്തിലെ വലുത് നമ്മൾ പറയുന്നില്ല, പക്ഷേ കണ്ണൂരിലെ വലുത് നമുക്ക് പറയാം. തീർച്ചയായും ഇതിനെ കവിച്ചേക്കാൻ കണ്ണൂരുകാർക്ക് നടക്കൂല. അങ്ങനെ വരുന്നുണ്ട്, ഇതിനെക്കാട്ടി വലുത് നമ്മൾ വെക്കും. നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല, വിട്ടുകൊടുക്കൂല. ഈ അർജന്റീനയുടെ കളിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരുപാട് കാത്തിരുന്ന് അതിനു മുന്നേ ഒരുപാട് പരിഹാസങ്ങളൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് കപ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇവർ ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലം സൗദിനോട് തോറ്റേരോ ഈ കട്ടൗട്ട് വെച്ചതിൽ ഭയങ്കര നിരാശയുണ്ടായി. പക്ഷേ ഇവർ പിടിച്ചു നിന്ന്. പക്ഷെ അതേപോലെ തന്നെ പിന്നെ അർജന്റീനയുടെ ചരിത്രവും അങ്ങനെയാണ്. ഫസ്റ്റ് നൈജീരിയനെ തോപ്പിച്ചിട്ടാണ്, നൈജീരിയ തോപ്പിച്ചതിന് ശേഷമാണ് കപ്പടിക്കുന്നത്. അതേ ചരിത്രം ആവർത്തിക്കുമെന്ന് അന്നേരം തന്നെ ഇവർ പറയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരെ ആഗ്രഹങ്ങൾ അവിടെ നടന്ന്. എത്രത്തോളം അധ്വാനം നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടാവുന്നവർ എങ്ങനെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ? നിങ്ങൾ ചില വീഡിയോസൊക്കെ നമ്മളിപ്പോൾ കാണിച്ചതിൽ തന്നെ ആ മഴയത്ത് ഇതിൻ്റെ ബോർഡ് എടുത്ത് കൊണ്ടുവരുന്നു, അങ്ങനെ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ട് പണി വരെ പെൻഡിങ് വെച്ചിട്ടാണ് നമ്മ ഇത് മൊത്തം ചെയ്തിരുന്നത്. അത് ആത്മാർത്ഥത കണ്ടിട്ട് ഞാൻ ഫ്ലെക്സിൻ്റെ ഈ ഗമ്മ് സപ്ലൈ ചെയ്യുന്നതാണ് ഹോൾസെയിൽ. എൻ്റെ വക ഫ്രീ ആയിട്ട് കൊടുത്ത്. ഞാൻ എൻ്റെ എതിരാളികളാണെങ്കിലും ആത്മാർത്ഥത കണ്ടിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾ ബോർഡൊക്കെ വെച്ചു, ഈ ഒരു ആവേശമൊക്കെ ഉണ്ട്. ഇനി കളി കാണുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? കൂടിയിരുന്ന് കാണാനാണോ എങ്ങനെയാണ്? നമ്മൾ അതിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഇവിടെ മഴയായിട്ട് വെള്ളം കയറുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ തന്നെ സെറ്റ് ആക്കേണ്ട പരിപാടിയാണ്. അവർ അർജന്റീനയ്ക്ക് വേണ്ടിയാണ് ബോർഡ് ഉയർത്തിയത്, അർജന്റീനയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം കൈവിടുന്നുമില്ല. ഏതായാലും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ജർമ്മനി ഫാനായ ഞാൻ പോലും ഈ അർജന്റീനക്കാരെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സ് അങ്ങനെ വരുന്നു എന്നുള്ളതാണ്. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം. നാടെങ്ങും അലയടിക്കുന്ന ഫുട്ബോൾ ആവേശത്തിൽ പങ്കുചേർന്ന് എറണാകുളം കളമശ്ശേരി പോലീസ് സ്റ്റേഷനും. ഫുട്ബോളാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് സ്റ്റേഷൻ അധികൃതർ വേറിട്ട മാതൃക സൃഷ്ടിച്ചിരിക്കുന്നത്. ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളായ മെസ്സി, നെയ്മാർ, ക്രിസ്ത്യാനോ റൊണാൾഡോ, എംബാപ്പെ എന്നിവരുടെ കൂറ്റൻ കട്ടൗട്ടുകൾക്കൊപ്പം ഖത്തർ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരം തഹസിൻ മുഹമ്മദിന്റെ കട്ടൗട്ടും സ്റ്റേഷൻ പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകം മുഴുവൻ ഫുട്ബോളിൻ്റെ ലഹരിയിലാണ്. കൊച്ചിയും ഒട്ടും പിറകിലല്ല. എനിക്ക് മുന്നിലായി നിരവധി കട്ടൗട്ടുകളുണ്ട്. അത് എംബാപ്പയുണ്ട്, മെസ്സിയുണ്ട്, നെയ്മറുണ്ട്, അങ്ങനെ നിരവധി കളിക്കാർ, വിവിധ രാജ്യങ്ങളുടെ കളിക്കാർ. എന്തായാലും ലോകകപ്പിനെ കൊച്ചിയും വരവേറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലമാണ് കാണേണ്ടത്. ഇത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ നിരവധി പോലീസുകാർ ചേർന്നുകൊണ്ട് ഇവിടെ ഫുട്ബോൾ ആവേശത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. എന്തായാലും പോലീസുകാർ തന്നെ പോലീസ് സ്റ്റേഷൻ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. കൊടിതോരണങ്ങളെല്ലാം കൊണ്ട് ഫുട്ബോളാണ് ലഹരി, മറ്റ് ലഹരി ഉപേക്ഷിക്കണമെന്നുള്ള ഒരു തീമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ കൊടിതോരണങ്ങളെല്ലാം വെച്ചുകൊണ്ട്, സാധാരണ കേരളത്തിൽ അങ്ങനെ പോലീസ് സ്റ്റേഷനൊന്നും ഫുട്ബോൾ വരാൻ നേരത്ത് അങ്ങനെ ആഘോഷിക്കാറില്ല. പോലീസുകാരാണ്, അവർക്ക് തിരക്കുണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വലിയ ആഘോഷത്തിലാണ്. ആ തിരക്കൊക്കെ മാറ്റിവെച്ചു ഫുട്ബോളിന് സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സാറേ, ഇത് ഒരു വ്യത്യസ്തമാണ്. സാധാരണ പോലീസ് സ്റ്റേഷനിലൊന്നും ഇങ്ങനെ കാണാറില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിനുണ്ടായിരുന്നു കളമശ്ശേരി സ്റ്റേഷനിൽ. കഴിഞ്ഞ വേൾഡ് കപ്പിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകരാണ് എൻ്റെ പിന്നിൽ. എനിക്കല്ല, അവരെ മുൻകൈ എടുത്ത് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ലോകം മുഴുവൻ ഒരു കാൽപന്തിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനും അതിനൊപ്പം തന്നെ പോകാൻ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു തൂഫാൻ എന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട്, ലഹരിക്കെതിരായിട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നാളെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയും പോലീസ് സ്റ്റേഷനുമായിട്ട് ഒരു പ്രോഗ്രാം കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ തോരണമൊക്കെ കെട്ടി ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു തീം എന്തായാലും ഉണ്ടാവുമല്ലോ? ആ തീമുണ്ട്. അതായത് ഇപ്പോൾ ഈ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നതുകൊണ്ട് ഫുട്ബോളാണ് ലഹരി എന്നതാണ്. സ്പോർട്സിലേക്ക് കുട്ടികൾ കൂടുതലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ലഹരിയുടെ പുറകെ പോകില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ ഇതേപോലെ തന്നെ നടത്തിയായിരുന്നു. അത് ഇത്രയും വലിയൊരു പരിപാടിയല്ല. അപ്പോൾ ഇപ്പോൾ നമ്മളങ്ങനെ ഇവിടെ 4 ടീമിൻ്റെയും ആരാധകരുണ്ട്. 4 ടീമിൻ്റെ ആരാധകരല്ല, ബാക്കിയില്ല. അല്ല, 4ആയിട്ട് നമ്മൾ തിരിച്ചേക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിന് നമ്മൾ 4 ടീമായിട്ട് നമ്മൾ കളികളുണ്ട്, ഫുട്ബോൾ മത്സരമുണ്ട്. അപ്പോൾ നാളെയാണ് അതിൻ്റെ ഉദ്ഘാടനം.
ഉദ്ഘാടനത്തിന് മിനിസ്റ്റർ അദ്ദേഹം വരാനുണ്ട്, അബ്ദുൽ ഗഫൂർ. വന്നപ്പോൾ പറഞ്ഞത് ജപ്പാൻ വരെ ഇവിടെ ആരാധകരുണ്ടെന്നാണ്. ആരാധന ജപ്പാൻ വരെ ഉണ്ട്. ജപ്പാൻ എന്താണ് ജപ്പാന്റെ ആരാധന? ജപ്പാൻ ശക്തന്മാരുടെ കൂടെ എപ്പോഴും ആൾക്കൂട്ടം എപ്പോഴും ഉണ്ടാവും. അത് അവർ അല്പം ശക്തി കുറഞ്ഞ ടീമായതുകൊണ്ട് ഞാൻ അവർക്ക് അല്പം ശക്തി കൊടുക്കാൻ വേണ്ടി ഞാൻ ജപ്പാൻ ടീമായതാണ്. ഡ്യൂട്ടി തിരക്കിനിടയിലൊക്കെ കളിയൊക്കെ കാണാൻ പറ്റാറുണ്ട്? സമയമുണ്ട്? തീർച്ചയായിട്ടും കാണാൻ പറ്റാറുണ്ട്. ഇപ്പോൾ എല്ലാവരും പോലീസുകാരെല്ലാവരും പറഞ്ഞ പോലെ ഫാമിലി ഡ്രസ്സ് ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതിനകത്ത് വിപരീതമായിട്ട് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ എപ്പോഴും കണ്ടേക്കണമെന്ന് വെച്ചാൽ വ്യത്യസ്തമായ രീതിയിൽ എന്താഘോഷമാണെങ്കിലും അത് പോലീസ് സ്റ്റേഷൻ കളമശ്ശേരി എപ്പോഴും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. വനിതാ പോലീസുകാരെ ഫുട്ബോളൊക്കെ കാണാറുണ്ട്? ഫുട്ബോളൊക്കെ കാണാറുണ്ട്. സമയം കിട്ടാറുണ്ടോ? സമയം കിട്ടണനുസരിച്ച്. ഏത് രാജ്യത്തിന്റെ ആരാധകരാ? പോർച്ചുഗൽ, അർജന്റീന, പോർച്ചുഗൽ, ഫ്രാൻസ്. അങ്ങനെയാണ് വിവിധ രാജ്യങ്ങളിലെ ആരാധകരൊക്കെ ഉണ്ട്. ഞങ്ങൾ എംബാപ്പെ വെച്ച് ഞങ്ങൾ കപ്പടിപ്പിക്കും. മേഡം ഏത് രാജ്യത്തിനെ? പോർച്ചുഗൽ. ഞാൻ തീർച്ചയായും അർജന്റീന. മെസ്സി ആരാധകരാണ്. ഇവിടെ വലിയൊരു മത്സരം ഇതിനകത്ത് തന്നെ നടക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇതിന് സമയമൊന്നും കിട്ടാറില്ല. പക്ഷേ ഒരു സമയമൊക്കെ മാറ്റിവെച്ചു. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോൾ ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗെയിം ആയിരിക്കണം. പകരം മറ്റ് ലഹരികളുടെ പുറകിൽ പോകരുത്, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എന്നുള്ളൊരു തീം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇത്തരം ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് സോക്കർ കാലം അവസാനിപ്പിക്കേണ്ട സമയമായി. സിയുടെ ഇഷ്ട താരമാരാണ്? നെയ്മർ. എന്തായാലും നെയ്മർ തൽക്കാലം ഇന്ന് കളിക്കുന്നില്ല. എന്തായാലും ബ്രസീൽ ആരാധകർ കാത്തിരിക്കുന്നത് അവരുടെ ആദ്യത്തെ മത്സരത്തിന് വേണ്ടിയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത മണിക്കൂറുകളിലെ വാർത്താ ബുള്ളറ്റിനുകളിലും ലോകകപ്പ് വിശേഷങ്ങളുണ്ട്. അതോടൊപ്പം എല്ലാവരും മത്സരം കാണുക. നാളെ രാവിലെയും സമാനമായി നമ്മൾ കൂടുതൽ വിശേഷങ്ങളുമായി സോക്കർ കാല വിശേഷങ്ങളുമായി ചേരും.